വിവാദ മദ്യനിർമ്മാണശാല പദ്ധതി അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിൽ പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്ത്. മുഖ്യമന്ത്രിയുടേത് ജനത്തോടുള്ള വെല്ലുവിളിയെന്നും ജനത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു 24നോട് പറഞ്ഞു. ആദ്യം മുതൽ ഈ പദ്ധതിയിൽ ദുരൂഹതയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കഞ്ചിക്കോടാണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് എലപ്പുള്ളിയായി. എലപ്പുള്ളിയിൽ നിന്ന് പിന്നെ വാട്ടർ അതോറിറ്റി വെള്ളം തരുമെന്ന് പറഞ്ഞു. അത് പിന്നെ വാട്ടർ അതോറിറ്റി വെള്ളം തരില്ല എന്ന് അവര് തന്നെ നേരിട്ട് പറഞ്ഞു. മലമ്പുഴയിൽ നിന്നുള്ള വാട്ടർ അതോറിറ്റിന്റെ വെള്ളമാണ് കിൻഫ്രയ്ക്ക് കൊടുക്കുന്നത്. മലമ്പുഴയുടെ വാലറ്റ പ്രദേശങ്ങളിൽ കൃഷി ഉണക്കമാണ്. ഇപ്പൊ കിൻഫ്രയിൽ നിന്നുള്ള വെള്ളം പൂർണ്ണമായിട്ടും ഈ മദ്യത്തിന് കൊടുത്തു എന്ന് വെക്കുക. ഇനി ഭാവിയിൽ വെള്ളം കൊണ്ട് ഒരു വ്യവസായവും വരണ്ടേ? അപ്പൊ ഇനി ബാക്കി വ്യവസായത്തിനെയൊക്കെ മുടക്കി വെക്കുകയാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാദേശിക തലത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. നാളെ രമേശ് ചെന്നിത്തല എലപ്പുള്ളിയിൽ എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന അഴിമതി എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി ഡൽഹി മദ്യ ദുരന്ത കേസിൽ പ്രതിയായിട്ട് അതിൻ്റെ ഒരു ഡയറക്ടർ പ്രതിയായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ മദ്യനയത്തിൽ മാറ്റമില്ല, ക്യാബിനറ്റ് അറിഞ്ഞില്ല. ഇപ്പോൾ മദ്യനയത്തിൽ മാറ്റം വരുത്തി ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ കമ്പനിക്ക് കൊടുക്കുന്നത് വളരെ ബോധപൂർവമായ ഒരു അഴിമതിയാണ്. ഈ അഴിമതി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തുന്ന ഒന്നാണ്. ഇതിനകത്ത് ഇത്തരമൊരു കമ്പനി ഇവിടെ കൊണ്ടുവരുന്ന ക്ഷണിച്ചു വരുത്തത് മുഖ്യമന്ത്രിയാണെന്നാണ് ഇന്നലെ അദ്ദേഹത്തിന് നിയമസഭയിൽ നടത്തിയ പ്രസംഗം പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. എന്നാൽ മദ്യനിർമ്മാണശാല പദ്ധതിയിൽ എന്താണ് അഴിമതി എന്ന് പ്രതിപക്ഷം പറയുന്നില്ല എന്നാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം. അത്ര വലിയ പ്രശ്നമാണെങ്കിൽ എന്തുകൊണ്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ല എന്നും ചോദിക്കുന്നു എക്സൈസ് മന്ത്രി. മുഖ്യമന്ത്രി വിശദമായിട്ട് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും വഴങ്ങിക്കൊടുത്തല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ നാവ് ഇറങ്ങിപ്പോയിരുന്നോ? സഭയിൽ അദ്ദേഹത്തെ ഇരുത്തിയല്ലേ പറഞ്ഞത് മുഖ്യമന്ത്രി. പ്രതിപക്ഷം പരിഹാസ്യരായിരിക്കുകയാണ്. പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ട സ്ഥിതിയാണ്. എന്താ ആരോപണം ഇപ്പോൾ? അതാണ് അറിയേണ്ടത്. എന്താണ് ഇപ്പോൾ ആരോപണം? ആരോപണമുണ്ടെങ്കിൽ മിനിമം ഒരു അടിയന്തര പ്രമേയമെങ്കിലും ഇത്രയും വലിയ പ്രശ്നമായിട്ട് അവർ ഉയർത്തിക്കൊണ്ടുവന്നതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞല്ലോ. ഞാൻ വെല്ലുവിളിച്ചതല്ലേ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ കഴിയുമോ? ഭീരുക്കളെ പോലെ ഒളിച്ചോടുകയല്ലേ എന്ന്. വിവരങ്ങളുമായി നിഖിൽ പ്രമേശും ദീപക് ധർമ്മണും. ആദ്യം നിഖിലിലേക്ക് പോകും. നിഖിൽ, ഈ പദ്ധതി വരികയാണെങ്കിൽ അതിനാദ്യം ചെയ്യേണ്ടത് ആ പ്രദേശത്തെ ജനത്തെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രാഥമികമായി പഞ്ചായത്തിനെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് തന്നെയാണ്. പഞ്ചായത്തുമായി അല്ലെങ്കിൽ ആ മേഖലയിലെ ആൾക്കാരുമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് ഇതിനോടകം സാധ്യതയുണ്ടാവും? നിഖിൽ, ഹാഷ്മി, ഇന്നലെ CPM ജില്ലാ സെക്രട്ടറിയോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം ജനങ്ങൾക്ക് ഒരു ആശങ്കയും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. മാധ്യമങ്ങളും കോൺഗ്രസും BJPയും ചേർന്നുകൊണ്ടാണ് ആളുകൾക്കിടയിൽ ആശങ്കയും വിവാദവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് CPM ജില്ലാ സെക്രട്ടറി പറയുന്നത്. ഇപ്പോൾ മന്ത്രി MP രാജേഷ് ഈ വിഷയത്തിലേക്ക് കടന്നു വരാതെ എന്തുകൊണ്ട് ഇത് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുന്നില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ നിയമസഭയിൽ ആഞ്ഞടിച്ചതാണ്. അത് ഒരുപക്ഷെ മന്ത്രി MP രാജേഷ് കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ സഭയിൽ ഈ ജില്ലാ സമ്മേളനത്തിലായിരുന്നു. അറ്റ്ലീസ്റ്റ് CPI എങ്കിലും എലപ്പുള്ളിയിലെ CPI നേതൃത്വത്തെയെങ്കിലും ബോധ്യപ്പെടുത്താൻ CPMന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് അല്പം കൂടി ബലം കിട്ടിയേനെ. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറയുന്നത് പഞ്ചായത്ത് ശക്തമായിട്ടുള്ള നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. തുടക്കം മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ദുരൂഹതയുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ എലപ്പുള്ളിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ചോദിക്കുന്നത്. ഒരു നിലയ്ക്കും ഈ പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ പഞ്ചായത്ത് അനുമതി നൽകില്ല. ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും. മുഖ്യമന്ത്രിയുടേത് എലപ്പുള്ളിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് രേവതി ബാബു പറയുന്നത്. സാധാരണക്കാരോട് ധിക്കാരവും ധാർഷ്ട്യവും വെല്ലുവിളിയുമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസും BJPയും ഈ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. നാളെ രമേശ് ചെന്നിത്തല തന്നെ നേരിട്ട് ഇവിടേക്ക് എത്തി പ്രതിഷേധം നയിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ K സുരേന്ദ്രൻ നയിക്കുന്ന സമരമുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ലോങ് മാർച്ചുണ്ട്. അങ്ങനെ വരും ദിവസങ്ങളിൽ സജീവമായി ഈ പ്രതിഷേധ പരിപാടിയെ ഒന്നാമതേ വെള്ളം കിട്ടാത്ത മേഖലയാണ്. കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിട്ടുള്ള പ്രദേശമാണ്. ആ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനൊരു നിലയ്ക്കും അംഗീകരിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാടിലാണ് പ്രതിപക്ഷം. ഹാഷ്മി, ദീപക് ധർമ്മനെ കുറിച്ചായിരുന്നു. ദീപക്, മുഖ്യമന്ത്രി സഭയിൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും അതിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ കരുതിയില്ല. ഇന്നിപ്പോൾ പ്രധാന പ്രതികരണങ്ങൾ വരുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടേതും മന്ത്രി MP രാജേഷിൻ്റെതുമാണ്.
ദീപക് ധർമ്മടം. കാശ്മീരിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വളരെ കൃത്യമായി ആരോപണമാണ് ഉന്നയിച്ചത്. അതിൽ മുഖ്യമന്ത്രി നേരിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. മുഖ്യമന്ത്രി നേരിട്ട് അഴിമതി നടത്തുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. അപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരുന്നു. അതിൽ ആദ്യം ചോദ്യം എന്റെ തന്നെയായിരുന്നു. അതിൽ എന്താണ് ഇതിൽ നിയമപരമായ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ലീഗൽ ഇത് ക്ലാരിറ്റി ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിയമം, അതായത് മദ്യനയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആണ്, അതുകൊണ്ട് തന്നെ ഇതിലൊരു കോടതിയിൽ ചാലഞ്ച് ചെയ്യലോ അല്ലെ മറ്റ് നിയമ നടപടിക്കോ സാധ്യതയില്ല. പക്ഷേ വെള്ളം ഊറ്റൽ എന്നുള്ളത് പ്രധാനമായി അവിടെ നടക്കും. പ്രത്യേകിച്ചും മഴയില്ലാത്ത സ്ഥലമാണ്. അതിലേക്ക് വിഷയങ്ങൾ തിരിച്ചുവിടുന്ന രീതിയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. മാത്രവുമല്ല, രമേശ് ചെന്നിത്തല നാളെ സ്ഥലം സന്ദർശിക്കുന്നു, അവിടെ സമരം ആരംഭിക്കാൻ പോകുന്നു. UDF പ്രക്ഷോഭത്തിന് ഇറങ്ങുകയാണ് എന്ന് രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ പറയുന്നത്. രമേശ് ചെന്നിത്തലയാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയത്. അതിനുശേഷമാണ് കോഴിക്കോട് തന്നെ MP രാജേഷ് മാധ്യമങ്ങളെ കണ്ടത്. MP രാജേഷ് അതിൽ കൃത്യമായി പറയുന്നത് പ്രതിപക്ഷത്തിന് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ പോലും, അതായത് എക്സൈസ് മന്ത്രി വെല്ലുവിളിച്ചിട്ട് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഒന്ന് നിയമപരമായി ഇതിന് സാധുതയില്ല എന്ന് പറയാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. മറ്റൊന്ന്, വെള്ളത്തിന്റെ വിഷയത്തിൽ മാത്രമായി ഈ ആരോപണങ്ങളെല്ലാം കേന്ദ്രീകരിക്കണം. മാത്രമല്ല, അഴിമതി നടന്നെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തെളിവ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളാണ് രാജേഷ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ നിയമസഭാ സെഷനിൽ ഇനി വരും ദിവസങ്ങളിലും ഇത് വലിയ രീതിയിലുള്ള ചർച്ചയാകും, സമരങ്ങളാകും എന്ന് ഉറപ്പാണ്. അതിനുള്ള സൂചനയാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയത്. പക്ഷേ ഭരണപക്ഷം വിട്ടുകൊടുക്കില്ല. ഇത് നിയമപരമായി ശരിയാണ്, പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച നിലപാടിന്റെ പ്രഖ്യാപനമാണ് ഇന്ന് എക്സൈസ് മന്ത്രി നടത്തിയത്. കാശ്മീർ. ഓക്കെ, ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ അർത്ഥം അത് ഉടനെയൊന്നും ആ വിഷയം അവസാനിക്കാൻ പോകുന്നില്ല എന്നത് തന്നെയാണ്. നോക്കാം ഏത് എക്സ്റ്റന്റ് വരെയാണ് അതിലെ സമരങ്ങൾ, സർക്കാർ നിലപാട്.